എല്ലാവർക്കും നമസ്കാരം. PTN അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CCK-NSDC പ്രോഗ്രാം പ്രകാരമുള്ള PDSL കോഴ്സിൻ്റെ മൊഡ്യൂൾ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ പാർട്ടാണ്. ഇതിനു മുൻപ് 3 പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. 20 ചോദ്യങ്ങൾ വീതമാണ് ഓരോ പാർട്ടിലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപ്രകാരം 60 ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്ത 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപുള്ള 60 ചോദ്യങ്ങളും കണ്ടതിന് ശേഷം ഈ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടുകയുള്ളൂ. കാരണം കുറേ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങളുണ്ട്. ആ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മുൻ വീഡിയോസ് കാണാത്തവരെ അത് കണ്ടതിന് ശേഷം മാത്രം 4ാമത്തെ പാർട്ട് കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 61ാമത്തെ ചോദ്യം മുതലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ലെറ്റേഴ്സ് LC സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. LC എന്നീ 2 ലെറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ടർക്ക് പേയ്മെൻറ്റ് ലഭ്യമാക്കുന്ന ഒരുപാട് മെത്തേഡ്സ് ഉള്ളതിൽ ഒരു മെത്തേഡാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്നയാളുടെ ബാങ്ക് കയറ്റുമതി ചെയ്യുന്നയാളുടെ ബാങ്കിന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നതിൻ്റെ ചുരുക്ക ഫോമാണ് LC എന്നത്. 62ാമത്തെ ചോദ്യം. പ്രീ ഷിപ്മെൻറ്റ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഡാഷ്. അതായത് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡോക്യുമെൻറ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എക്സ്പോർട്ടിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റുകളെ കുറിച്ച്. ആ എക്സ്പോർട്ടിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റുകളെ പ്രീ ഷിപ്മെൻറ്റ് ഡോക്യുമെൻറ്റുകളെന്നും പോസ്റ്റ് ഷിപ്മെൻറ്റ് ഡോക്യുമെൻറ്റുകളെന്നും വിളിക്കുന്നുണ്ട്. പ്രീ ഷിപ്മെൻറ്റ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റുകളെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാമാണെന്നാണ് ചോദ്യം. ഉത്തരം റെഗുലേറ്ററി ആൻഡ് കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്നാണ്. പ്രീ ഷിപ്മെൻറ്റ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റുകളെ റെഗുലേറ്ററി ഡോക്യുമെൻറ്റുകളെന്നും കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റുകളെന്നും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റുകളാണ്, നിർബന്ധിത ഡോക്യുമെൻറ്റുകളല്ല. എന്നാൽ റെഗുലേറ്ററി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് നിർബന്ധമായും വെക്കണം, സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഡോക്യുമെൻറ്റുകളെയാണ് റെഗുലേറ്ററി ഡോക്യുമെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റെഗുലേറ്ററി ഡോക്യുമെൻറ്റുകളെന്നും കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റുകളെന്നും 2ആയിട്ടാണ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. 63ാമത്തെ ചോദ്യം. STH സ്റ്റാൻഡ്സ് ടു ക്ലാസിഫൈ ഡാഷ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് ഇൻ എക്സ്പോർട്ട് ട്രേഡ്. സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫോറിൻ ട്രേഡിൽ എക്സ്പെർട്ടുകളായിട്ടുള്ള ആൾക്കാരെയാണ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റാറ്റസ് ഹോൾഡേഴ്സിനെ 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ STH എന്ന ഷോർട്ട് ഫോമോട് കൂടി വിളിക്കപ്പെടുന്ന സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സ്റ്റാർ ട്രേഡ് ഹൗസ് ആണ്. സ്റ്റാറ്റസ് ഹോൾഡേഴ്സിൻ്റെ 5 തരം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എക്സ്പോർട്ട് ഹൗസ്, സ്റ്റാർ എക്സ്പോർട്ട് ഹൗസ്, ട്രേഡിംഗ് ഹൗസ്, സ്റ്റാർ ട്രേഡിംഗ് ഹൗസ്, പ്രീമിയർ ട്രേഡിംഗ് ഹൗസ് എന്നിങ്ങനെയാണ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സിൻ്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ STH എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കപ്പെടുന്നത് സ്റ്റാർ ട്രേഡ് ഹൗസ് അല്ലെങ്കിൽ സ്റ്റാർ ട്രേഡിംഗ് ഹൗസ് ആണ്. 64ാമത്തെ ചോദ്യം. അണ്ടർ ദിസ് മോഡ് ഓഫ് ഇൻകോ ടേംസ് എക്സ്പോർട്ടർ ബെയേഴ്സ് ദ ഇൻഷുറൻസ് ചാർജസ് ഓഫ് ദ കാർഗോ ബീയിങ് എക്സ്പോർട്ടഡ്. ഇൻകോ ടേംസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷനിൽ നമ്മൾ പഠിക്കുന്ന 7ാമത്തെ ചാപ്റ്ററുണ്ട്. ആ 7ാമത്തെ ചാപ്റ്ററിൽ 11 ടേമുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിലൊരു ടേമിൽ എക്സ്പോർട്ടറാണ് ഇൻഷുറൻസ് ചാർജും മറ്റുള്ള എല്ലാ ചാർജും വഹിക്കുന്നത്. അതേതാണ് എന്നാണ് ചോദ്യം. CIF ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇൻ്റർനാഷണൽ പ്രൈസിംഗ് കൊട്ടേഷൻസ് എന്ന് പറയുന്നൊരു ഭാഗത്തും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻകോ ടേംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ പ്രൈസിംഗ് കൊട്ടേഷൻസിൽ പ്രൈസിംഗ് 2 തരത്തിലാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ തീരുമാനിക്കുന്നത്. ഒന്ന് FOB കൊട്ടേഷനും 2 CIF കൊട്ടേഷനും. FOB കൊട്ടേഷൻ എന്നാൽ ഫ്രീ ഓൺ ബോർഡ് കൊട്ടേഷനാണ്. ഇവിടെ എക്സ്പോർട്ടർക്ക് ചിലവ് കുറവാണ്. എക്സ്പോർട്ടർക്ക് കയറ്റ് കൂലി മാത്രമാണ് ചിലവ് വരുന്നത്. എന്നാൽ CIF കൊട്ടേഷനിൽ എക്സ്പോർട്ടർക്ക് ഇൻഷുറൻസും മറ്റുള്ള ചാർജുകളെല്ലാം തന്നെ എക്സ്പോർട്ടർക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. CIF ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. 65ാമത്തെ ചോദ്യം. ഇത് യഥാർത്ഥത്തിലൊരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലല്ല ഇത് പഠിക്കുന്നത്. എന്നാലും സെക്കൻഡ് മൊഡ്യൂളിലാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? റെയിൽ റോഡ് കോമ്പിനേഷൻ ഓഫ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഈസ് കോൾഡ്. അതായത്
നമ്മൾ ഇൻ്റർമോഡൽ ഫ്രൈറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ആ ഇൻ്റർമോഡൽ ഫ്രൈറ്റ് ടെക്നോളജിയിൽ നമ്മൾ പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിൻ്റെ കോമ്പിനേഷനുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് റോഡ് വാട്ടർ, റെയിൽ വാട്ടർ, ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ റെയിൽ കോമ്പിനേഷൻ വരുന്ന അല്ലെങ്കിൽ റോഡ് കോമ്പിനേഷൻ വരുന്ന മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം പിഗ്ഗി ബാക്ക് ആണ്. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ഇൻ്റർമോഡൽ ടെക്നോളജീസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞതാണ് റോഡ് ആൻഡ് റെയിൽ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. പിന്നീട് റോഡ് ആൻഡ് വാട്ടർ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്, അതിനെയാണ് ഫിഷി ബാക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുന്നത്. റോഡും എയർ ട്രാൻസ്പോർട്ടേഷനും ചേർന്ന കോമ്പിനേഷനെ ബേർഡി ബാക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കും. റെയിലും വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ചേർന്ന കോമ്പിനേഷനെ ട്രാൻസ്ഷിപ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കും. ഇങ്ങനെയാണ് 4 പ്രധാനപ്പെട്ട കോമ്പിനേഷൻസ് ഓഫ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. 66ാമത്തെ ചോദ്യം, ഡാഷ് ഇസ് എ സ്പെഷ്യലി ഡിസൈൻഡ് മെറ്റൽ ബോക്സ് ദാറ്റ് റിസംബിൾസ് എ ട്രെയിലർ വിത്തൗട്ട് വീൽസ്. മെറ്റൽ ബോക്സ് കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണം എന്നാണ് ചോദ്യം. ഉത്തരം കണ്ടെയ്നർ ആണ്. ഷിപ്പിങ്ങിൻ്റെ 4ാമത്തെ ചാപ്റ്ററായ കണ്ടെയ്നേഴ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കണ്ടെയ്നറുകളെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടെയ്നർ ഇസ് എ ബോക്സ് മെയ്ഡ് ഓഫ് സ്റ്റീൽ, അലുമിനിയം ഓർ ഫൈബർ ഗ്ലാസ്. എന്തെങ്കിലും തരത്തിലുള്ള മെറ്റൽ കൊണ്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുക. അതിന് 2 സ്റ്റാൻഡേർഡ് സൈസസ് ISO ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. 20 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റ്സും 40 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റ്സുമാണ് ആ 2 സ്റ്റാൻഡേർഡ് സൈസുകൾ. ഇത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് മുൻ വീഡിയോസ് കണ്ടാൽ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. 67ാമത്തെ ചോദ്യം, ഗുഡ്സ് ക്യാൻ ബി മൂവ്ഡ് ടു ഡോക്ക് ഏരിയ ഓൺലി ആഫ്റ്റർ സ്റ്റാമ്പിംഗ്, ലെറ്റ് എക്സ്പോർട്ട് ഓൺ ദ ഡാഷ്. നമ്മുടെ കസ്റ്റംസ് ഫോർമാലിറ്റീസിൽ പഠിക്കുന്ന ഒരു ഭാഗമാണിത്. ഗുഡ്സിനെ ഡോക്ക് ഏരിയയിലേക്ക്, അതായത് കയറ്റിറക്ക് ചെയ്യുന്ന ഏരിയയാണ് ഡോക്ക് ഏരിയ എന്ന് പറയുന്നത്. അവിടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ലെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓർഡർ ഇതിലാണ് പതിപ്പിച്ചിരിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം ഷിപ്പിംഗ് ബില്ലാണ്. കസ്റ്റംസ് ഫോർമാലിറ്റീസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ കസ്റ്റംസ് ഫോർമാലിറ്റിയുടെ 2ാമത്തെ സ്റ്റെപ്പിലാണ് പ്രോസസ്സിംഗ് ഓഫ് ഷിപ്പിംഗ് ബില്ല് നോൺ EDI സിസ്റ്റത്തിലൂടെ പ്രോസസ്സ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്നത്. മാനുവൽ സിസ്റ്റം പ്രകാരം ഷെഡ് അപ്രൈസർ എന്ന് പറയുന്ന ആളാണ് ഇത് പരിശോധിക്കുന്നത്. ഷെഡ് അപ്രൈസർ കസ്റ്റംസ് ഓഫീസർക്ക് ഇത് കൈമാറി തിരിച്ച് ഷെഡ് അപ്രൈസർക്ക് കിട്ടിയാൽ ഷെഡ് അപ്രൈസറാണ് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ അതിൽ പതിപ്പിക്കുന്നത്, ഷിപ്പിംഗ് ബില്ലിൽ പതിപ്പിക്കുന്നത്. അപ്പോൾ ഷിപ്പിംഗ് ബില്ലിലായിരിക്കും ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ പതിപ്പിക്കുന്നത്. ആരാണ് പതിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെഡ് അപ്രൈസറാണ് പതിപ്പിക്കുന്നത്. ഓക്കെ. 68ാമത്തെ ചോദ്യം, the difference between export marketing and domestic marketing is simply that export takes place dash. അതായത് എക്സ്പോർട്ട് മാർക്കറ്റിങ്ങും ഡൊമസ്റ്റിക് മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് നടക്കുന്നത് എങ്ങനെയാണ്, അതിലാണ് വ്യത്യാസം വരുന്നത്. ഉത്തരം അക്രോസ് നാഷണൽ ബോർഡേഴ്സ് എന്നാണ്. ദേശീയ അതിർത്തികൾ കടന്നുകൊണ്ടുള്ള എക്സ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ്. എന്നാൽ ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം കച്ചവടം നടക്കുന്ന മാർക്കറ്റിംഗ് ആണ് ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം ഡൊമസ്റ്റിക് മാർക്കറ്റിങ്ങും രാജ്യാതിർത്തി കടന്നുള്ള എക്സ്പോർട്ടിനെ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് എന്നും വിളിക്കുന്നു. 69ാമത്തെ ചോദ്യം, ദ ഡോക്യുമെന്റ് യൂസ്ഡ് ബൈ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇൻ ദ ഇവന്റ് ഓഫ് വോയേജ് ചാർട്ടറിംഗ് ടു നോട്ടിഫൈ ദാറ്റ് ഹിസ് ഷിപ്പ് ഈസ് റെഡി ഇൻ എവരി റെസ്പെക്ട് ടു ലോഡ് ഓർ അൺലോഡ് ദ ഗുഡ്സ് ലോഡിംഗ് അൺലോഡിംഗ് ചെയ്യുന്നതിന് വേണ്ടി റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ നൽകുന്ന ഒരു ഡോക്യുമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഷിപ്പ് റെഡിയായി ലോഡിംഗ് അൺലോഡിംഗ് ചെയ്യാൻ റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ നൽകുന്ന രേഖയെ വിളിക്കുന്ന പേര് നോട്ടീസ് ഓഫ് റെഡിനെസ് എന്നാണ്. ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് ഇൻ ചാർട്ടർ പാർട്ടി എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് പഠിക്കുന്നത്. 5ാമത്തെ ടെർമിനോളജിയാണ് നോട്ടീസ് ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. നോട്ടീസ് ഓഫ് റെഡിനെസ് നൽകുന്നത് ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ മാസ്റ്റർ ആയിരിക്കും. ഷിപ്പ് ഈസ് റെഡി ടു സ്റ്റാർട്ട് ദ ചാർട്ടർ സർവീസ് ഓർ ഇസ് റെഡി ടു ലോഡ് ഓർ ഡിസ്ചാർജ് കാർഗോ. ഗുഡ്സ് ലോഡിംഗ് അൺലോഡിംഗ് ചെയ്യുന്നതിന് തയ്യാറായി എന്ന് പറഞ്ഞ് നൽകുന്ന രേഖയാണ് നോട്ടീസ് ഓഫ് റെഡിനെസ്. 70ാമത്തെ ചോദ്യം, ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ഹോൾഡർ ഇൻ എക്സ്പോർട്ട് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് ഡാഷ്. ഇത് ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിലെ എക്സ്പോർട്ട് ബിസിനസ് നടത്തുന്നതിൽ സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് ഉണ്ട്.
സ്റ്റാറ്റസ് ഹോൾഡേഴ്സിൻ്റെ ഏറ്റവും ഉന്നതമായ സ്റ്റാറ്റസ് ഹോൾഡർ ആരാണ് എന്നാണ് ചോദ്യം. ഹയസ്റ്റ് സ്റ്റാറ്റസ് ഹോൾഡർ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം പ്രീമിയർ ട്രേഡ് ഹൗസ് ആണ് ശരിയായുള്ള ഉത്തരം. 71ാമത്തെ ചോദ്യം, കാനലൈസിംഗ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് മീൻസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ത്രൂ സ്പെസിഫിക് ഗവൺമെൻറ് ഏജൻസീസ് സച്ച് ആസ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ആൻഡ് ഡാഷ്. അതായത് കാനലൈസിംഗ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക ഗവൺമെൻറ് ഏജൻസികൾ വഴി മാത്രം ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നു. അതിലൊന്നാണ് സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ. രണ്ടാമത്തേത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം മെറ്റൽസ് ആൻഡ് മിനറൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ആണ്. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ, മെറ്റൽസ് ആൻഡ് മിനറൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ എന്നീ രണ്ട് സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. ആ രണ്ട് സ്ഥാപനങ്ങൾ വഴി മാത്രം ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? കാനലൈസിംഗ് ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ് എന്ന് വിളിക്കും. 72ാമത്തെ ചോദ്യം, ഫോർ എവരി ഫസ്റ്റ് ടൈം എക്സ്പോർട്ടർ ഇറ്റ് ഈസ് നെസസറി ടു ഗെറ്റ് രജിസ്റ്റേർഡ് വിത്ത് ദ DGFT, ഡാഷ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എല്ലാ ഫസ്റ്റ് ടൈം എക്സ്പോർട്ടർമാരും DGFTയുമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ DGFT ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപനമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് DGFT പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കോമേഴ്സിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് DGFT. ആദ്യമായി എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും തന്നെ DGFTയുടെ ലൈസൻസ് എടുത്തിട്ടുള്ളവരായിരിക്കണം. 73ാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് സിമിലർ ടു എ മെക്കനൈസ്ഡ് ടോ ട്രാക്ടർ വിത്ത് ട്രെയിലർ ഓർ റൈഡർ പാലറ്റ് ട്രക്ക് ബട്ട് ഇൻ ദർ ഈസ് നോ ഡ്രൈവർ. വാട്ട് ഈസ് ഇറ്റ്? അതായത് ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ് ഇവിടെ ചോദ്യം. ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടോ ട്രാക്ടറിന് സമാനമാണ്, ഒരു പാലറ്റ് ട്രക്കിനും സമാനമാണ്. ഒരു ടോ ട്രാക്ടറിനും ഒരു പാലറ്റ് ട്രക്കിനും സമാനമായ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻ്റ് ഏതാണെന്ന് ചോദ്യം. പക്ഷേ പ്രത്യേകത ഇവിടെ ഡ്രൈവർ ഇല്ല. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ എക്യുപ്മെൻറ്റ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും, കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഉത്തരം ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ സിസ്റ്റം. ഡ്രൈവർ ഇല്ല, ഓട്ടോമാറ്റിക് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾ സിസ്റ്റമാണ്. 74ാമത്തെ ചോദ്യം, FOB മീൻസ് ഡാഷ്. ഇതേ ചോദ്യം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. FOBയുടെ ഫുൾ ഫോം എന്താണ്? ഫ്രീ ഓൺ ബോർഡ് എന്നാണ്. ഫ്രീ ഓൺ ബോർഡ്. 75ാമത്തെ ചോദ്യം, ഡാഷ് ആർ എ സെറ്റ് ഓഫ് ഇൻ്റർനാഷണൽ റൂൾസ് ഫോർ ദ ഇൻ്റർനാഷണൽ ക്യാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ. അന്താരാഷ്ട്ര ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില നിയമങ്ങളുണ്ട്. നിയമാവലി അനുസരിച്ചാണ് അന്താരാഷ്ട്ര ട്രേഡ് നടക്കുന്നത്. ആ നിയമാവലിയെ, ആ റൂൾസിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം ദ ഹേഗ് വിസ്ബി റൂൾസ് എന്നാണ്. ഇതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണ്. ഹേഗ് വിസ്ബി റൂൾസ് പ്രകാരമാണ് അന്താരാഷ്ട്ര ട്രേഡ് നടക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. 76ാമത്തെ ചോദ്യം, ഡാഷ് ഇൻക്ലൂഡ്സ് ദ ഓണർ ഓർ ദ ചാർട്ടേഡ് ഹു എൻഡോഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് ഓഫ് കാരേജ് വിത്ത് എ ഷിപ്പർ. അതായത് ഒരു ഷിപ്പറുമായി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഒന്നുകിൽ ഓണർ ആയിരിക്കാം അല്ലെങ്കിൽ ചാർട്ടേഡ് ആയിട്ടുള്ള കമ്പനി ആരാണ്? ഉത്തരം കാരിയർ ആണ്. ഒരു കാരിയറാണ്. ഒന്നുകിൽ ഓണർ ആയിരിക്കാം അല്ലെങ്കിൽ ചാർട്ടറിങ് ചെയ്യുന്ന കമ്പനി ആയിരിക്കാം. അവർ ഷിപ്പറുമായി നേരിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടായിരിക്കും. 77ാമത്തെ ചോദ്യം ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണ്. എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ഡാഷ്. അതായത് ഒന്നുകിൽ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോമിസുകളുടെ ഒരു സെറ്റിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. എഗ്രിമെൻറ്റ്. രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുള്ള പ്രോമിസ് അല്ലെങ്കിൽ പ്രോമിസുകളുടെ ഒരു ഗ്രൂപ്പ് എഗ്രിമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 78ാമത്തേതും ഒരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണ്. എ പ്രപ്പോസൽ വെൻ ആക്സെപ്റ്റഡ് ബിക്കംസ് ഡാഷ്. ഒരു പ്രപ്പോസലിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും എന്നാണ് ചോദ്യം. പ്രോമിസ് എന്നാണ് ഉത്തരം. അപ്പോൾ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രോമിസായി മാറുകയും പ്രോമിസ് സ്വീകരിക്കപ്പെട്ടാൽ അത് കോൺട്രാക്റ്റായി മാറുകയും ചെയ്യുന്നു. 79ാമത്തെ ചോദ്യം,
എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം ബൈ ദ കണ്ടക്ട് ഓഫ് ദ പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചാണ് ചോദ്യം. അവിടെ ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് പ്രോമിസ് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ഒന്നുകിൽ ആദ്യത്തെ പാർട്ടിയിൽ നിന്നുണ്ടാവുന്ന പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിയിൽ നിന്നുണ്ടാവുന്ന പ്രശ്നം കൊണ്ട് ആ കോൺട്രാക്റ്റ് ക്യാൻസലായി പോകാതിരിക്കുന്നതിന് ഒരു ഉറപ്പ് കൊടുക്കുന്നു. ആ ഉറപ്പ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. 80ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ ഹൈ വാല്യൂ ഓർ ലോ വോള്യൂം ഷിപ്മെൻറ്റ്സ്. അതായത് മൂല്യം കൂടുതലുള്ള പ്രോഡക്റ്റുകൾ എന്നാൽ അളവ് കുറവുള്ള പ്രോഡക്റ്റുകൾ ഷിപ്മെൻറ്റ് ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? ഇതും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ട്രാൻസ്പോർട്ടേഷൻ്റെ കീഴിൽ വരുന്നൊരു ചോദ്യമാണ്. സെക്കൻഡ് മൊഡ്യൂളിലല്ല വരുന്നത്. ഉത്തരം എയർ ഫ്രൈറ്റ് ആണ്. എയർ ഫ്രൈറ്റ് ആണ് മൂല്യം ഏറ്റവും കൂടുതലുള്ളതും എന്നാൽ വോള്യത്തിൽ കുറവും, അതായത് വ്യാപ്തി കുറവുമുള്ളതുമായ ഐറ്റംസ് കുറവുള്ളതുമാണെങ്കിൽ കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പം എയർ ഫ്രൈറ്റ് ആണ്. എയർ ഫ്രൈറ്റിലായിരിക്കും ഏറ്റവും ലാഭകരമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ അടുത്ത അവസാനത്തെ 5ാമത്തെ പാർട്ടിൽ പഠിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.